വണ്ടിയല്ലേ ആണ്. ഒരു 1.5 മാസമായി ഉണ്ടാവും അല്ലേ? ഓ ഏതാണ്ട് 1 മാസത്തോളമായി വണ്ടി ഇവിടെ കിടക്കുന്നു. 1 മാസത്തിന് മേളിലായി ഇവിടെ. കാരണം ബൊമ്മാരെന്ന് പറയുമ്പോൾ എത്ര പേര് വണ്ടിക്കകത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. രാത്രി കിടക്കാനാണെങ്കിലും ഫുഡാണെങ്കിലും സുഖമായിട്ട് കയറും. എനിക്ക് 2 മണിക്കൂർ ഗ്യാപ്പ് വന്നു പറഞ്ഞ സാധനം 2 മണിക്കൂർ കേട്ടിരിക്കും. അത് ഞാൻ 100% ഞാൻ ഗ്യാരണ്ടിയാണ്. ജൂലൈ 18-ന് 2 ട്രെയിലറുകൾ ചെന്നൈ പോർട്ടിൽ നിന്നും യാത്ര തിരിക്കുന്നു. നഞ്ചൻകോട്ടെ നെസ്ലയിൽ ചോക്ലേറ്റും പാൽപ്പൊടിയും ഉണ്ടാക്കാനുള്ള 2 കൂറ്റൻ യന്ത്രങ്ങളുമായാണ് യാത്ര. ദക്ഷിണ കൊറിയയിൽ നിന്നും കപ്പലിൽ കൊണ്ടുവന്ന യന്ത്രങ്ങൾ കേരളം വഴി നഞ്ചൻകോട്ടെത്തണം. 6 ദിവസം കൊണ്ട് ചെന്നൈയിൽ നിന്നും 530 കിലോമീറ്റർ യാത്ര ചെയ്ത് വാളയാർ ചെക്ക് പോസ്റ്റിൽ എത്തിച്ചേർന്നു. വാളയാറിൽ നിന്നും കോഴിക്കോട് വഴി നഞ്ചൻകോട്ടയ്ക്ക് 340 കിലോമീറ്റർ ആണ് ദൂരം. വാളയാറിൽ നിന്നും പെർമിഷനും പണവും കെട്ടിവെച്ച് യാത്ര തുടർന്ന ലോറികൾ വയനാട് ചുരത്തിന് താഴെ താമരശ്ശേരി അടിവാരത്തെത്തി. അടിവാരത്തെ ആ കിടപ്പാണ് ഈ കാണുന്നത്. ജൂലൈയും ആഗസ്റ്റും ഒക്ടോബറും കഴിഞ്ഞ് നവംബർ എത്തി. ചുരം കയറാൻ പെർമിഷൻ കിട്ടാതെ കഴിഞ്ഞ 1.5 മാസമായി അടിവാരത്ത് കാത്തിരിക്കുന്ന ലോറികളുടെ വീഡിയോ ആണിത്. നമ്മുടെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. I am Lijeesh Pattayil. Today we are going to discuss the pathetic condition of 2 huge lorries that have arrived in Kerala. നമ്മളിപ്പോൾ നിൽക്കണത് 1 മാസമായിട്ട് അടിവാരത്ത് വയനാട് ചുരം കയറാൻ കഴിയാതെ നിൽക്കണ 2 വലിയ മെഷീനായിട്ട് വന്ന ലോറിയുടെ മുന്നിലാണ്. അതായത് നെസ്ലേൻ്റെ അവിടേക്ക് ചെന്നൈ പോർട്ടിൽ നിന്ന് കൊറിയയിൽ നിന്ന് വന്ന മെഷീനായിട്ട് വന്ന ജൂലൈയിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അടിവാരത്ത് അവരെത്തിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായി ചുരം കയറാൻ പറ്റാതെ നിൽക്കുകയാണ്. ആ ഒരു ചുരം കയറാൻ നിൽക്കുന്ന ലോറിയും 2 ലോറികളാണുള്ളത്. ആ ലോറികളും ആ ലോറിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് മുഴുവൻ കാണണേ. പിന്നെ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. പക്ഷേ വണ്ടിക്ക് റോഡിന് വീതി കുറവാണ്. 200 ഏക്കർ വീതിയേ ഉള്ളൂ. അപ്പോൾ 1 സൈഡ് ഒഴിവാക്കിയിട്ട് ഈ വണ്ടി പോകാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ നിലവിൽ ഈ റോഡിനെ അപേക്ഷിച്ച് ആരും കുറ്റം പറഞ്ഞ് PWD കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്തായാലും ഒരു ബ്ലോക്ക് ചെയ്തിട്ടല്ലാതെ ഈ വണ്ടി മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. ഇതിപ്പോ ഡ്രൈവർമാർ മാത്രമല്ല എഞ്ചിനീയേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എന്താ വെച്ചാൽ ലൈൻമാൻമാര്, അതുപോലെ തന്നെ ലൈൻമാൻമാര്, ഈ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാതെ ഇത് മുന്നോട്ട് നീങ്ങാൻ പറ്റൂല. ഫയർഫോഴ്സ് ഒക്കെ വേണമെന്നാണ് ഒരു അഭിപ്രായം. പിന്നെ ലൈനൊന്നും ബുദ്ധിമുട്ടില്ലെങ്കിലും ഈ റോഡിൽ ചുരത്തില് ലൈനൊന്നും ഇല്ല. പക്ഷെ ചുരത്തില് അവിടെ കയറി എത്തിപ്പെടാനെന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആദ്യമായിട്ടാണ് എത്ര വലിയ വണ്ടി ഈ വഴി അല്ല, ഈ ഇത്ര വീതിയിൽ വണ്ടി നീളമുള്ള വണ്ടി ഉണ്ടെങ്കിലും ഇത്ര വീതിയിൽ എന്താ വെച്ചാൽ 1 സൈഡ് പോകാൻ പറ്റുള്ളൂ, ഡബിൾ സൈഡ് നടക്കൂല. സെപ്റ്റംബർ 10-നാണ് താമരശ്ശേരിക്കടുത്ത പുല്ലാഞ്ഞിമേട്ടിലും ഏലോക്കരയിലും ട്രെയിലറുകൾ തടഞ്ഞിട്ടത്. പിന്നീടത് അടിവാരം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് മാറ്റി. കണ്ണൂർ മാംഗ്ലൂർ വഴി ട്രെയിലറുകൾ കടന്നുപോകാൻ നിർദ്ദേശിച്ചെങ്കിലും മൂരാട് പാലം കടക്കാൻ സാധിക്കാത്തത് തടസ്സമായി. നാദാപുരം വഴിയുള്ള റൂട്ടും സാധ്യമല്ല. നഞ്ചൻകോട്ട ലെസ്ലെ കമ്പനിക്ക് പാൽ പൗഡർ, ചോക്ലേറ്റ് പൗഡർ എന്നിവ നിർമ്മിക്കുന്നതിന് ജൂലൈ 18-നാണ് ചെന്നൈയിൽ നിന്നും വണ്ടി യാത്ര തിരിച്ചത്. യാത്രാ അനിശ്ചിതത്വത്തിനൊടുവിൽ പല ജോലിക്കാരും നാട്ടിലേക്ക് തിരികെ പോയി. 1.5 മാസത്തോളമായി കുടുങ്ങിക്കിടക്കുന്ന ട്രെയിലറുകൾ വരും ദിനങ്ങളിൽ വൻ സന്നാഹത്തോടെ നഞ്ചൻകോട്ടയ്ക്ക് യാത്ര തിരിക്കും. വലിയ ലോറികളും ബസ്സുകളും എല്ലാം ചുരത്തിൽ കുടുങ്ങി മണിക്കൂറുകളോളം ബ്ലോക്ക് ആവുന്ന വയനാട് ചുരത്തിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. ചുരം പൂർണ്ണമായും അടക്കാതെ യാത്ര പ്രയാസമാണ്. നാടുകാണി ചുരത്തിലൂടെയോ പക്രന്തളം ചുരത്തിലൂടെയോ വാഹനങ്ങൾ വേറെ വഴിയിലൂടെ കടത്തിവിട്ട് വേണം യാത്ര ഉറപ്പാക്കാൻ. ട്രെയിലർ ചുരം കയറാൻ 6 മണിക്കൂർ വേണ്ടിവരും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. വെള്ളി, ശനി, ഞായർ തുടങ്ങിയ തിരക്കുള്ള ദിവസങ്ങൾ ഒഴികെ രാത്രി 12-നും പുലർച്ചെ 5-നും ഇടയിൽ വാഹനങ്ങൾ കയറ്റിവിടാനാണ് നിർദ്ദേശം. ആംബുലൻസ് ഒഴികെ മറ്റു വാഹനങ്ങൾ ഈ സമയം ചുരത്തിലൂടെ അനുവദിക്കില്ല. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വനം, ദേശീയപാത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ആംബുലൻസ്, ഫയർഫോഴ്സ്, ക്രെയിൻ സംവിധാനങ്ങളുടെ അകമ്പടിയോടെയാണ് ലോറികൾ ചുരം കയറി നഞ്ചൻകോട്ടയ്ക്ക് യാത്ര പോവുക. അടിവാരത്ത് നിന്ന് ലക്കിടി വരെ 14 കിലോമീറ്ററാണ് ദൂരം. 9 എയർപിൻ വളവുകളുള്ള ചുരമാണ് ലോറിക്ക് കയറി പോകേണ്ടത്. 2 യന്ത്രങ്ങളുള്ളതിൽ ഒരു യന്ത്രത്തിന് വീതി കൂടുതലുമുണ്ട്. പുറകിൽ 8 ടയറുകളും ഫ്രണ്ടിൽ 6 ടയറുകളുള്ള കൂറ്റൻ ട്രെയിലറുകളാണ് ഇത്. നല്ല വീതിയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റോഡ് പൂർണ്ണമായും നിറഞ്ഞായിരിക്കും ലോറിയുടെ യാത്ര. ചുരത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഇല്ലാത്തതിനാൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. ചിലയിടങ്ങളിൽ വീതി കുറഞ്ഞും മറ്റിടങ്ങളിൽ വളവുകളുമുള്ളതിനാൽ നല്ല മുൻകരുതലുകൾ എടുത്ത് യാത്ര തുടരാൻ സാധിക്കും. ജൂലൈ മാസത്തിൽ ചെന്നൈയിൽ നിന്ന് പോകുന്നതാണ്. കേരളത്തിൽ എത്തിയിട്ട് അതിൻ്റെ ശേഷം ഇവിടെ അടിവാരം എത്തിയതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു 1.5 മാസമായി ഇവിടെ കിടക്കണം. അപ്പോൾ ഇവിടെ ഡ്രൈവർമാരുണ്ട്, അവരുടെ മാനേജർമാരുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരോടൊക്കെ നമുക്കൊന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കട്ടെ.
ஏழாம் மாசம் தான் சார் இது. 7ஆம் மாசம். ஜூலை 12. அப்ப கிளம்புற வண்டி. அப்படியா? இப்ப என்ன ஆச்சுங்க? இப்போ அக்டோபர் 30 ஆயிடுச்சு. இன்னைக்கு எல்லாம் 30. 3 மாசமா வந்துங்கிறோம். அப்பனா பாத்துக்குங்க. அதுக்கப்புறம் இங்க போங்க. இங்க வந்து 1.5 மாசம் ஆயிடுச்சு. മദ്രാസിൽ നിന്ന് നേരെ വിഴുപ്പുറം ഉളുപ്പുറപ്പെട്ട വിഴുപ്പുറം ആത്തൂർ സേലം ഈ റൂട്ടിൽ വന്നു. അവിടുന്ന് ചെന്നൈയിൽ നിന്ന് പാലക്കാട് 6 ദിവസം. 6 ദിവസം കൂടി. പിന്നെ പാലക്കാട് വന്നിട്ട് വാളയാർ വന്നപ്പോൾ മഴ ചെറിയ മഴ സീസണായിരുന്നു, ഓണ സീസണായിരുന്നു. അതുകൊണ്ട് മഴ കാരണം കൂടി 10 ദിവസം അവിടെ നിർത്തി വെച്ചു വണ്ടി. കല്ലടിക്കോട് ഒരു ചെറിയ കൽവെട്ട് ബ്രിഡ്ജാണത്. അതിൽ വന്നിട്ട് വണ്ടി പാസ്സാവില്ലായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് 2 ക്രൈൻ എടുത്തിട്ട് വന്ന് അതിനുശേഷം വന്നിട്ട് ഈ വണ്ടിനെ ഹൈറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ പാസ് ചെയ്തത്. അത് ഞാൻ തന്നെ ചെയ്തില്ല. അതായത് വണ്ടിനെ മൊത്തത്തിൽ പൊക്കിയിട്ട് വന്നത് ഞാൻ. ആയിക്കൊണ്ടിരിക്കുന്ന പെരുന്തൽമണ്ണ, ഇരുന്നൂറ്, കോഴിക്കോട് എല്ലാം ഈ വയറിന്റെ പ്രോബ്ലം. പകൽ ഓട്ടാൻ പറ്റുന്നില്ല ഇവിടെ. കേബിളിന്റെ വിഷയം. പിന്നെ പകൽ വന്നിട്ട് പൊതുവെ വന്നിട്ട് ഇവിടെ ബസ്സുകാർക്ക് വന്നിട്ട് മെയിൻ പ്രശ്നം വന്നിട്ട് ബസ് ഓട്ടാൻ പറ്റില്ല. കാരണം അവർക്ക് 2 മിനിറ്റ് 3 മിനിറ്റ്. ഞാൻ ബസ്സിന് ഓണറാണ്. എനിക്കും ബസ്സൊക്കെ ഉണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് ടൈമാണ് കൊടുക്കുന്നത്. എന്റെ വണ്ടിയുടെ പിന്നിലേക്ക് ഒരു വണ്ടി വരാൻ പറ്റില്ല. വന്ന് പറഞ്ഞാൽ അവര് ടൈമൊക്കെ മാറിപ്പോകും. മൊത്തത്തിൽ ബ്ലോക്കായി. അതുകൊണ്ട് ഞങ്ങൾ പകൽ ഓടുന്നില്ല. നിർത്തി വെച്ചിട്ട് നൈറ്റ് മാത്രം രാത്രി 12 മണിക്ക് എടുക്കും. അവിടുന്ന് പരമാവധി അത് 5 മണിയാകുമ്പോഴേക്കും നിർത്തുന്നമാരി അവിടെ കിട്ടുന്ന. അങ്ങനെ ഗ്യാപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കാരണം പിന്നെ ഈ ഹൈവേ എന്ന് പറയുന്നത് ഈ റോഡ് ഇത് എന്ത് ഹൈവേ ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. ഇന്ത്യയിൽ ഞാൻ എവിടെയും കണ്ടിട്ടുള്ളത് ഒരു ഹൈവേ എന്നുണ്ട്. 795 ചുരം കയറും ശരിക്കും സുഖമായിട്ട് കയറും. എനിക്ക് 2 മണിക്കൂർ ഗ്യാപ്പ് വന്നു പറഞ്ഞ സാധനം 2 മണിക്കൂർ കയറ്റിയിരിക്കും. അവിടെ നിന്ന് എതിരിൽ വണ്ടി വരാതിരുന്നാൽ എനിക്ക് അവിടെ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരാൻ പാടില്ല. ആംബുലൻസ് വന്നോട്ടെ, ചെറിയ വണ്ടികൾ വന്നോട്ടെ. അത് വന്നു പറഞ്ഞാൽ ഞാൻ വേറെ വണ്ടി വെച്ചിട്ട് ആംബുലൻസ് വെച്ചിട്ട് ഞാൻ മാറ്റി കൊടുക്കും. ബാക്കിൽ വന്ന് ആംബുലൻസ് വയ്ക്കുന്നുണ്ട്. അവർ അത് പാസ് ചെയ്ത് വിടും. പക്ഷെ ലോറിയും ബസ്സും നിർത്തി വെച്ചേ പറ്റൂ. അത് നിവൃത്തിയൊന്നുമില്ല. എനിക്ക് ചുരം മാത്രം ഇവിടെ കയറ്റാനുള്ള പെർമിഷൻ മാത്രം കിട്ടിയാൽ മതി. അല്ലാതെ വേറെ ഒന്നും വേണ്ട. വേറെ തിരിഞ്ഞു നോക്കണം. പിന്നെ വണ്ടിനെ ഇങ്ങനെ കണ്ടാൽ ചോദിച്ചാൽ മതി. അപ്പൊ ഇതിപ്പോ ഇവിടെ ആരെ തടഞ്ഞിട്ട് എന്താ കാരണം? ഇത് കളക്ടർ ഓഫീസിന് പോലീസുകാർ നിർത്തിയാണ്. ഇവിടെ എത്തിയപ്പോ ഇല്ല, ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോ കുറച്ചു എന്താണ് 3000 മേട അവിടെ വെച്ചിട്ടാണ് വണ്ടി കുറച്ചു നേരം പകൽ നിർത്താൻ പറ്റുന്ന സ്ഥലം കിട്ടി രാവിലെ. അപ്പൊ കുറച്ച് റോഡ് ബ്ലോക്കായി. ഇതാണ് പബ്ലിസിറ്റി ആയത്. അതിലാണ് പണി കിട്ടിയത്. എപ്പോ പോയിട്ട് ഞങ്ങള് എപ്പോ പോയി ചോദിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ല. பிரச்சனை சார். கொஞ்சம் கேஸ் இல்லாத நாங்கள் பையாரு போடுறது நாங்கள் വണ്ടി കൊണ്ട് അണ്ണാമല ട്രാൻസ്പോർട്ടിൽ കണ്ണെന്ന് പറയും. അണ്ണാമല ട്രാൻസ്പോർട്ട് ചെന്നൈ. അടുത്ത ആഴ്ച പോകുന്നതാണ് എനിക്ക് പ്രതീക്ഷ. അടുത്ത ആഴ്ച എന്ന് കിട്ടണോ അന്ന് വന്നിട്ട് ഓക്കെ. ക്ലീനർമാര് 15 പേര്. വണ്ടിക്ക് സൈഡ് നോക്കാനും വയറ് തൂക്കാനും 2 വണ്ടിക്ക്. പിന്നെ ഒരു എസ്കാർഡ് കാറുണ്ട്, അതിനൊരു ഡ്രൈവറുണ്ട്, ഒരു മാനേജറുണ്ട്, മെക്കാനിക്ക് 2 പേരുണ്ട്. 25 பேர் இருந்தாங்க. 20 பேர் வண்டிന്റെ கூட 25 10 பேர் வீட்டுக்கு கிளம்பிட்டாங்க. காரு 2 காரு எஸ்கார்டு எல்லாம் வந்தது. எல்லாரும் வந்தாங்க. நல்லா இருந்தது. ഞങ്ങൾ അതിനെ പോവുള്ളൂ. സേഫ്റ്റി ആയിട്ട് ഞങ്ങൾ പോവുള്ളൂ. കറക്റ്റായിട്ട് പോയി ഡ്യൂട്ടി എടുക്കും. കറക്റ്റായിട്ട് പോയിട്ട് വരും. ഇതൊക്കെ ഒരു 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട പണിയാണ്. ലാസ് ഒരുപടി ലാസായി. ലക്ഷക്കണക്കിന് ലാസായി. ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ചെലവ് 45,000 രൂപ ചെലവ് വരുന്നുണ്ട്. ഞങ്ങളുടെ ഈ ആൾക്കാർക്കെല്ലാം 1200 രൂപ വെച്ച് കൊടുക്കണം ഡെയിലി. 1200 വെച്ച് പൈസ ഇവിടെ എത്രയായി. പിന്നെ ഡ്രൈവർ ശമ്പളം, ഞങ്ങളുടെ എന്റെ ശമ്പളം, ഇതൊക്കെ ഭക്ഷണം, അതൊക്കെ വന്നിട്ട് തനിയാവും, എക്സ്ട്രാ ആവും. അത്രയും ചെലവായിട്ട് 3 മാസമായി അത്രയും പൈസ ഫുൾ ലാസാണ്. சாப்பாடு எடுத்துன்னு வந்து தராங்க. அப்படியா? இங்க எடுத்துன்னு வந்து ஹெல்ப் பண்றாங்க. ஊருக்கார வந்து ஹெல்ப் அதெல்லாம் வந்து சாப்பாடெல்லாம் எடுத்துன்னு வந்து தராங்க. உங்களுக்கு இருக்க சாப்பாடெல்லாம் இந்த பாருங்க, சாப்பாடெல்லாம் எடுத்துன்னு வந்து தந்திருக்காங்க பாருங்க. அப்படியா? ஆமா, சாப்பாடு இது பாருங்க, இது கறி. அப்படியா? சிக்கன் செஞ்சு இந்த கறி எல்லாம் அதெல்லாம் ஒன்றும் பிரச்சனை இல்லை, நல்லா செஞ்சு தராங்க. இந்த கோழிக்கோடுக்காரன் சொல்லி வச்சுக்க எப்படிதான் ரொம்ப ஹெல்ப்ஃபுல்லா இருக்கும். சாப்பாடு இதெல்லாம் தரும். இங்கெல்லாம் நல்ல டைப், எல்லாருமே சூப்பரான டைப் ஏரியாவே. இந்த ஏரியா
சுரங்கம் அதான் அடிவாரன்ற ஏரியால வந்து எல்லாருமே சூப்பர் டைப், அரிமான டைப். ഇത് കണ്ടോ, അതിന്റെ താഴെ റോഡും ഇതും തമ്മിൽ ഇത്ര അകലാണ്. കണ്ടോ, ചെറിയൊരു ഗ്യാപ്പാണ്, ഒരു കുറഞ്ഞ ഇഞ്ച് ആ ഒരു വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അടി തട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് അത്രയും താണാലേ എന്താ പറയുക, മിഷൻ അതിൻ്റെ മേലെ പോകാനും പറ്റുള്ളൂ. ഈ കോഴിക്കോട് അടിവാരത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സേവനം ആ ഒരു രീതിയിലുള്ളതാണ്. അവരെന്തും ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. ഇനിയിപ്പോൾ ഇതിനുള്ള നൂലാമാലകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് തന്നെ കയറുമെന്ന് വിചാരിക്കാം. ഇത്തിരി വരെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ ഒരു 10-25 പേര് ഞങ്ങൾ ജനങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്തു കൊടുക്കും. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അടുത്ത് ഓൾറെഡി പേപ്പർ അലോഡ് ആണെങ്കിൽ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മുന്നിലും ബാക്കിലും ഒക്കെ ആയിട്ട് നമ്മൾ എന്താ പറയാം, അതായത് സമിതിക്കാരോ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരോ ഒന്നുമില്ല, ജനങ്ങൾ മാത്രം, ഡ്രൈവർമാരല്ല ലോറിക്കാർ, അവരൊക്കെ തയ്യാറാണ്. പക്ഷെ എന്തിനെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടണ്ടേ. പോലീസ് പറയാണ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടോളാൻ പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഇതിന്റെ പ്രശ്നം. ഒരു മാസത്തിന്റെ മേലിലായി. കാരണം ബൊമ്മാരെന്ന് പറയുമ്പോൾ എത്ര പേര് വണ്ടിക്കകത്ത് ബുദ്ധിമുട്ടുന്നുണ്ട്. രാത്രി കിടക്കാനാണെങ്കിലും ഫുഡാണെങ്കിലും. എന്തായാലും ഇതിൽ ആവശ്യപ്പെട്ട അധികൃതർക്ക് ഒരു തീരുമാനം എടുത്തിട്ട് ഒന്നുകിൽ ഇത് കറക്റ്റ് തിരിച്ചയക്കുക, അല്ലെങ്കിൽ ഇവരോട് എന്ത് ചെയ്യുക, പാസ് ചെയ്ത് പോകാൻ പറയാം. എന്തോരം വണ്ടിക്കാർ ഇതേപോലെ പിന്നെ ആവശ്യങ്ങളായിട്ട് ഇതിലും വലിയ ആവശ്യങ്ങളൊക്കെ വന്നിട്ട് ചെയ്തു കൊടുക്കുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മാക്സിമം വിട്ട 2-3 മണിക്കൂറിന്റെ കേസേ ഉള്ളൂ. അത് പേപ്പറിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ജനങ്ങൾക്ക് ഒരു ബോധമുള്ള ആൾക്കാരാണല്ലോ, കേരളത്തിലെ ആൾക്കാരാണല്ലോ. അപ്പം അത്രയും ലോകം ഒരു ഓടി ഇവിടെ വന്ന് ഒരു മാസത്തിന് മേളിലായി ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ ഇതിനോട് ന്യായക്കേടാണ് ശരിക്കും ചെയ്യുന്നത്. കാരണം ഒന്നെങ്കിലും ഇവിടെ തിരിച്ചു വിടുക, അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇവരോട് പറയാം ഇതിനകത്തും കൂടെ പാസിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പർ കൊടുക്കുക. ഇതൊന്നുമില്ലാണ്ട് വാക്കുകൊണ്ട് മാത്രം പറയാന്ന് അവരുടെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവന്മാർക്ക് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു, ആ വണ്ടി നിൽക്കുന്നതോടെ ഫുള്ള് ഒരു ടയറിൻ്റെ ഒരു അരപ്പൊക്കത്തി വെള്ളം കയറും. ഒരു കാന പോലും ഇല്ല ഇതിനകത്ത്. ഇവരെന്ത് ചെയ്യാൻ പറ്റും? റോട്ടിൽ കൂടെ പോണ വണ്ടിക്കാർ മുഴുവൻ അവന്മാരെ തരെ പറയാം. കാരണം അവിടെ ഒരു ആ സൈഡിൽ ഈ പിന്നെ കടയും ഇതെല്ലാം കൂടെ അതിനോട് പാസിംഗ് സ്ഥലമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ഇടപെട്ടിട്ട് സംഭവം ഒരു ഉപകാരമല്ലേ ചെയ്തു കൊടുക്കുക. എത്രയും വന്നൊരു 15 കിലോമീറ്റർ കയറിയ ചുരം തീർന്നു. പിന്നെ അവർക്ക് അത്ര ഓടാനില്ല. അപ്പം ഇനി ഇവിടെ അങ്ങോട്ട് രാത്രി 12 മണിക്ക് ശേഷം രാത്രി ഒരു വണ്ടിക്കൊക്കെ ഒരു നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂറോട് പാസ് ചെയ്താൽ ജനങ്ങളെല്ലാവരും സഹകരിച്ചോളൂ. കാരണം ഇവിടെ ലോറി അസോസിയേഷനിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്നത് വെച്ചാൽ അവർക്കൊന്നും ഒരു പൈസയും വേണ്ട, ഒന്നും വേണ്ട. അവർ സ്വന്തം റിസ്കിൽ അവർ കൂടെ നിന്ന് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഒരു 19 പേര് ഇവിടെ 1.5 മാസം കൊണ്ട് ഇവിടെ കാട് പിടിച്ചിട്ടുണ്ട്. ഇനി വണ്ടി കയറി പോകുന്ന പറയാൻ പറ്റില്ല കേട്ടോ, തമാശ പറഞ്ഞാണ്. എന്തായാലും 2 മണിക്കൂർ കൊണ്ട് ഡ്രൈവർ കയറ്റി പോകുന്നതാണ് പറഞ്ഞത്. വേഗം പോട്ടെ, കാരണം എത്ര ദിവസം ഇവിടെ വന്ന് കിടക്കണം. അപ്പോൾ നമ്മളൊരു വേറെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിന് തന്നെ ഒരു നാണക്കേടല്ല. കാരണം ഒരു വണ്ടി വന്നിട്ട് 1.5 മാസം നമുക്ക് പോകാൻ പറ്റാതെ കേരളത്തിലെ റോഡുകളിലൂടെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷമല്ലേ. കേരളത്തിലെ റോഡുകളുടെ ഒരു ദയനീയ അവസ്ഥ കൂടിയാണിത്. നമ്മളെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സിംഗിൾ ലൈൻ റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ വരുമ്പോൾ ചെലന്തി വല പോലെയാണ് നമ്മളെ ലൈനുകളൊക്കെ കിടക്കുന്നത്. അതേപോലെ കേബിൾ ലൈന് എല്ലാം കട്ട് ചെയ്ത് പോകണം. ഇപ്പോൾ ഈ വണ്ടികൾ ഇവിടെ അടിവാരത്തെത്തി, അടിവാരത്ത് ഒരു 1.5 മാസം ഇവിടെ കിടക്കുകയാണ്. ഇനി അത് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോവുകയാണെങ്കിൽ ആ റോഡ് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വണ്ടികളെ 2 വഴിക്ക് തിരിച്ചു വിടണം. ഒന്ന് നാടുകാണി ചുരം വഴിയോ അല്ലെങ്കിൽ തൊട്ടിൽപ്പാലം പക്രാന്തളം ചുരം വഴിയോ തിരിച്ചു വിടണം. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടി വരുമ്പോൾ കയറി പോകാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ കൂടെ ആംബുലൻസ് വേണം, ക്രെയിൻ വേണം, അങ്ങനെ പല സെറ്റപ്പുമായിട്ട് ഈ വണ്ടികൾ കയറി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ തടഞ്ഞിട്ടത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഈ വണ്ടി പോകുമെന്നാണ് പറയണത്. എന്തായാലും ഭയങ്കര ഒരു മാസം 1.5 മാസം റോഡിൽ വണ്ടികൾ പോകാൻ പറ്റാതെ കിടക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ റോഡുകളുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ. ആഴ്ചകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ലോറികൾക്ക് യാത്രയൊരുക്കാൻ അധികാരികൾ തയ്യാറായിരിക്കുന്നു. എല്ലാ സഹായ സഹകരണങ്ങളുമായി നല്ലവരായ നാട്ടുകാരും. തടസ്സങ്ങളില്ലാതെ യന്ത്രങ്ങൾ നഞ്ചൻകോട്ടെത്തട്ടെ. ഈ യന്ത്രത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചോക്ലേറ്റുകൾ മലയാളികളുടെ നാവിന്റെ രുചി അറിയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റുകൾ ആഡ് ചെയ്യുക. നന്ദി, നമസ്കാരം.